സുധാരാ നീങ്ങ വന്നേ. എന്നാ അതിന്റെ പ്രശ്നം? ഇത് കണ്ട സഖാവ നിങ്ങ ആ ചെക്കനെ കൊണ്ട് ഞാൻ അങ്ങനെ വിട്ടുപോണ്ടേ? നിങ്ങൾക്കും ഈ ചൊരേ പങ്കിട്ട് നമ്മ കൊണ്ടാവുന്നതല്ല നമ്മ ചെയ്ത്. ഇല്ലാത്ത പൈസയും കൊടുത്ത് ഒരു ബ്രോക്കർ ഇറക്കി, അത് നടന്ന അതുണ്ടായില്ല. ഓന്റെ പോലെ പാർട്ടി ഉണ്ട്, നമ്മളപ്പോ ആരാ ഉള്ളത്? ആരുമില്ല. ആ വെറ്റുകാരനെ കൊണ്ട് ചൊറയന്നല്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ സഖാവെ ഓൻ ടെൻഡറെ പൊട്ടിക്കാന്ന്. പൊട്ടിച്ചിട്ട് നാളെ ഓനും തോടി കയറ്റി നാട്ടുകാർ നടക്കുന്ന കാണാനാ. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ലേ സഖാവെ? ഒന്നിക്കില്ല ഇവനോനെ കൊല്ലും, അല്ല ഇവന്റെ ഓളെ കൊണ്ട് ഓൻ പോവും. നിങ്ങൾ പറ, ഓനില്ല ചെയ്യേണ്ടത്? സുധാകര, തച്ചിട്ടും നുള്ളിറ്റും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. തീർക്കുമ്പോ ആ അടിയെ അങ്ങ് തീർക്കണം. ആരാ സുധാരൻ? ഞാനാ. ഒരു തുണിയ സഞ്ചയം എടുക്ക്. വാ, പണിയുണ്ട്. ഒരാള് വന്നാ മതി. സുധാടാ, പോലീസ്. സാറേ, ഓര് സെലക്ട് ചെയ്താൽ ശരിയാവില്ല. സാറ് വാ, പ്രസിഡന്റിലാണ് നിൽക്കിട്ട് നിങ്ങള് പുറത്തിറങ്ങി വാ. എന്താ സാറേ പ്രശ്നം? നീ മിണ്ടാണ്ടിക്ക്, ഞാൻ പറയാം. സാർ ഇടുണ്ട്. ആ വാ വാ സാറേ, നീ ഇങ്ങോട്ട് വാ. സാറേ എനിക്കൊന്നും അറിയില്ല. സാറേ, സാറേ മുണ്ട്. സാറേ ഞാൻ എന്താക്കി? അവന്റെ മുണ്ടിങ് എടുത്തോ. സാറേ എന്നാ കാര്യം? ആ കേറ് കേറ്, അവിടെ എത്തിയിട്ട് പറയാം. ലഡു 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 എടുക്കേ. സഖാവ് ലഡു എടുത്തേ. മഞ്ഞാന്നല്ലേ സഖാവ് ലഡു ഉഷാറാക്ക്. ഉദാരട്ടാ വേറെ ലഡു എടു. പേടി. എന്നടാ ലഡു? നീ ആരെയും പേടിക്കുന്നത് കാണ കൈക്ക്. ആ ലഡു ലഡു. ഇനി പോലീസ് അന്വേഷണം, NIA, CBI, ഓന് പുറലോകം കാണൂല. പിന്നെ എങ്ങനെ പണിയരാൻ പോകുന്നത്? സൂപ്പർ. എന്റെ വേറെ കുറച്ച് ബുദ്ധിയല്ലേ? എടുക്ക്. പ്രഭാകരനാ നല്ലോണം കൊടുത്തു പറയാനായിരിക്കും. പറയോ മിസ്റ്റർ പ്രഭാകർ. ആകെ പ്രശ്നമായി. നീ എന്ത് പണിയാ കാണിച്ചത്? പാർട്ടി ബാനറിലാണ് സാധനം പൊതിഞ്ഞത്. പൊട്ടാ. എടാ, ഞാൻ ആ തിരക്കിനൊക്കെ ശ്രദ്ധിച്ചിട്ടാ. നമ്മുടെ ബാനർ ഒരു കട്ടുണ്ടോന്ന് പറഞ്ഞാലോ? ഒലക്ക. എന്നെ അതൊന്നും നടക്കൂല. നമ്മോനെ കൊടുക്കാൻ നോക്കിയ ദിവസത്തേക്ക് മനസ്സിലായി. വേറെ ചാൻസ് ഒന്നുമില്ലേ? ഇല്ല, ഒരു ഇപ്പൊ എന്നെ വിട്ടേക്കും. എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ വേഗം ചെയ്തു. നീ പേടിക്കണ്ട, ഞാൻ വേറൊരു വഴിയുണ്ട്. പോടാ വേണ്ട. കണ എടാ
ഈ നാടിന്റെ സമാനം തകർത്ത ഒറ്റൊരുത്തരും ഞങ്ങൾ വെറുതെ വിടൂല. ജീവൻ വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഈ നാട് വിട്ടോ, ഇല്ലെങ്കിൽ ഈ നാട്ടുകാര് പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. സുധേട്ടാ, ഞാൻ പോയിക്കോളാം. എനിക്ക് കുറച്ച് സമയം തരണം. നിനക്ക് വൈകുന്നേരം വരെ സമയം തരും. നീ നിന്റെ സാധനങ്ങളുമായിട്ട് ഈ കടമ്പേരി കവല കിടന്നിരിക്കണം. കേട്ടാ? വാടാ. എന്റെ എല്ലാം ബാക്കിലാ കണ്ണനാമേ. നാട്ടുകാരെ തല്ലും മേടിച്ചിട്ട് കയ്യും പൊളിച്ചിട്ടോ നാട് വിടാൻ പോകുന്നവരും. നട്ടല്ലേന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ എനിക്കെല്ലാം. എനിക്ക് ചോദിക്കാൻ പേടിയാന്നെങ്കിലേ ഓനോട് ഞാൻ പോയി ചോദിക്കാം. അതൊന്നും വേണ്ടമ്മേ. വെറുതെ കുത്തിയിരിക്കുന്ന ഇടാ മുന്നീനെ പോലെ നാണില്ലാണ്ട്. എങ്ങനെപ്പാ ഇതെന്റെ വയറ്റില് ജനിച്ചു പോയി നീ? യമുന, നമ്പർ 3 യമുന. എന്താപ്പാ അല്ലോ ആരാണ് ആ തല്ലുംപിടി ഉണ്ടാക്കിനി? നിങ്ങൊന്നും ഉണ്ടായിട്ടേ? തല്ലുംപിടിയാ? അതാരിപ്പാ? നമ്മ കുറച്ച് സമയം ടൗണിന്ന് മാറിക്കുമ്പോ അടിയാ. നമ്മല്ലാണ്ട് വേറെ ആരും ഉണ്ടെങ്കിലും ഗോപി. അത് തന്നെ, നമുക്ക് പിരിവ് നിർത്തിട്ട് പോയി അടിച്ചാലോ? അതന്നെ ഞാനും പറയുന്നത്. രണ്ടെണ്ണം അടിക്കണ്ടേ? ഒറ്റൊന്നാണ് തരൂ. എടാ അടി ഉണ്ടാക്കിയാണ് പോയി അടിക്കണ്ടേ? ചിലപ്പോ പ്രതിമ ഒട്ടിച്ചോണാണെങ്കിലോ? എടാ ആ വിശ്വന്റെ വീട്ടിലെ CCTV നോക്കാൻ പറഞ്ഞ് നീ നോക്കി? ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പര് നാട്ടിലില്ല. ഇന്നോ നാളെ നാട്ടിലെത്തും. നാട്ടിലെത്തിക്കാൻ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലപ്പാ, ഈ പട്ടേലിന്റെ പ്രതിമയ്ക്ക് എത്ര ലക്ഷം ഉണ്ടാവും? അതൊരു 10-50 ലക്ഷം ആയിട്ടുണ്ടോ? പൈസ ഉണ്ടല്ലോ. എടാ വിദ്യല്ലേടാ? നടക്ക്. ആ വിദ്യാന്നല്ലോ. ഓനെന്താ അമ്മനെല്ലാം കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോന്നോ? നമ്മളെ കൂട്ടാണ്ട. കൈയെല്ലാം പൊട്ടിട്ടുണ്ടല്ലോ. ചോദിക്കാം. അല്ല വിദ്യേ, നിന്റെ കൈക്ക് എന്നാ പറ്റിനി? എടാ നിന്നെ പെണ്ണ് കാണിക്കാൻ ഞാനല്ലേ കൊണ്ടോല്. നീ എന്താ അമ്മേനെല്ലാം കൂട്ടിട്ട്? നാട്ടുകാരെല്ലാം കൂടെ നായിനെ പോലെ ഇവരെ തല്ലുമ്പോ നിങ്ങൾ ഏടെയാ പോയി നീ? എടാ പോയിനി ഇപ്പൊ പായ്യാരും ചോദിക്കാൻ വന്നിനി. ഞാൻ എന്തായാലും എന്നോട് ചോദിക്കും. വാടാ പൊട്ടരെ പോലെ നിൽക്കാണ്ട് വാമേ. എല്ലാരും കൂടി അങ്ങോട്ട്. വിദ്യയായിട്ടാ നല്ലേ ചോദിക്കാൻ പോകുന്നു കണ്ണാന്റെ വീട്ടിലേക്ക്. കണ്ണാ, കണ്ണാ. ആ ദാ എന്റെ ചെക്കനെ തല്ലിക്കാൻ നീ ആരിടാ? ഞാൻ കണ്ണൻ കെട്ടിയെടുത്ത് നാടാൻ പറയാ. നീ ആരും എടുത്ത മജിസ്ട്രേറ്റാ? ആ മജിസ്ട്രേറ്റ്. ഓനെടുത്തേക്കൂ. നീ എന്നാ ചെയ്യുന്നത് നമുക്ക് കാണണല്ലോ. പാലട്ടാ പിന്നെ കൂടെ എന്നെ പറ്റുന്ന ഇപ്പൊ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇവിടെ തല്ലടിച്ചാൻ പൊട്ടിക്കും. നിന്റെ മിറ്റത്തല്ലടാ, നിന്റെ വീട്ടിൽ കയറി ഞാൻ പറയടാ. ഓന്റെ അടി കൊള്ളാനാണ് ഈ വന്ന ചന്ദ്ര. ഓന്റെ വീട്ടിൽ കയറിയിരുന്നു, സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പിന്നെ ഞങ്ങളെ കയ്യെന്താ പാകർക്കാൻ പോയില്ലേ? ചിലക്കാനത് കേറി നോക്കടാ. ആ അമ്മ അറിഞ്ഞോണ്ട് ഞാൻ നിർത്തി. നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിട്ട് ഒരു നായിനെ തല്ലും പോലെ ഇവൻ തല്ലാൻ ഓൻ എന്ത് തെറ്റാ നിന്നോടല്ലേ ചെയ്തിനി? ആരുമില്ലാത്ത കുഞ്ഞൊന്നല്ല ഇവൻ.
ഓന്റെ അച്ഛനെ പോയിട്ടു അമ്മയുടെ ഉണ്ട്. ഓ ഒരു കുട്ടാപ്പി ചോരന്റെ കുടുംബത്തിൽ കാണിച്ചോ തല്ലൂല്ല കൊല്ല വേണ്ടേ. ഓൻ എന്ത് തോന്നിയ കാണിച്ചേ? ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുന്ന ഇത്ര വലിയ തെറ്റാ? സൂപ്പർ തള്ള. അതെടാ നല്ല സൂപ്പർ തള തന്നെയാന്ന്. അവര് തമ്മിൽ ഇഷ്ടാണെങ്കിലേ ഞാനത് നടത്തി കൊടുക്കും. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട. മോളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ഏത് മോള് വാലേട്ടാ?